താമസസ്ഥലത്ത് നിന്ന് ലഹരി കണ്ടെത്തിയെന്ന കേസിൽ തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. നിഹാദ് അടക്കം 6 പേർക്കെതിരെ കേസ് നിലവിലില്ലെന്ന് പോലീസ് അറിയിച്ചതോടെയാണ് എറണാകുളം സെഷൻ കോടതി ജാമ്യഹർജി തീർപ്പാക്കിയത്. നിഹാദും സുഹൃത്തുക്കളായ 3 യുവതികളും അടക്കം മുൻകൂർ ജാമ്യത്തിന് സമർപ്പിച്ച ഹർജിയിൽ ഈ മാസം 4-നകം റിപ്പോർട്ട് നൽകാൻ പാലാരിവട്ടം പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് നിഹാദിനും മറ്റുള്ളവർക്കുമെതിരെ കേസില്ലെന്ന് പോലീസ് അറിയിച്ചത്. തളിപ്പറമ്പ് സ്വദേശിയായ തൊപ്പിയെ കഴിഞ്ഞ മാസം 16-നാണ് തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി പിടികൂടിയത്. കേസിൽ പ്രതിയാക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തൊപ്പിയും സുഹൃത്തുക്കളും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. അടുത്തിടെയാണ് താൻ വിഷാദത്തിലൂടെ കടന്നു പോകുകയാണെന്നും എല്ലാം അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞ് തൊപ്പി ജന്മദിനത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. തൊപ്പി എന്ന കഥാപാത്രം ഉപേക്ഷിക്കുകയാണെന്നും നിഹാദ് പറഞ്ഞിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കട്ടെ, പക്ഷേ സ്വന്തം ഫാമിലി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ടെന്താ കാര്യം? തൊപ്പി മരിച്ചു, ഇനി നിഹാദായിട്ട് കാണാം. ചിലപ്പോൾ നിഹാദായിട്ട് വരും. ലൈവ് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ജീവിക്കുമോ എന്ന് പോലും ഉറപ്പില്ല എന്നും തൊപ്പി വീഡിയോയിൽ പറയുന്നുണ്ട്. കേസിൽ നിലവിൽ നിഹാദ് പ്രതിയല്ലെന്ന് പാലാരിവട്ടം പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് നിഹാദ് ഒളിവിൽ പോയത്. ഇയാൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയെ സമീപിച്ചിരുന്നു. നിഹാദിനൊപ്പം സുഹൃത്തുക്കളായ 3 യുവതികളും മുൻകൂർ ജാമ്യം തേടിയിരുന്നു. അടുത്തിടെ എല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് നിഹാദ് രംഗത്തെത്തിയിരുന്നു. ലഹരി കേസിൽ തന്റെ ഡ്രൈവർ പോലീസിന്റെ പിടിയിലായതിന് പിന്നാലെയാണ് തൊപ്പി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. തമ്മനത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് സഹോദരന്മാരടക്കം 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവരിൽ നിന്ന് 5 ഗ്രാമിലേറെ MDMA കണ്ടെടുത്തിരുന്നു. മുഹമ്മദ്, സുഹൈൽ, മുഹ്സിൻ, ജാബിർ എന്നിവരെയാണ് അറസ്റ്റിലായത്. ഇതിൽ ജാബിർ എന്നയാളാണ് സഹോദരങ്ങൾക്ക് ലഹരി മരുന്ന് എത്തിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല, ജാബിറാണ് തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിന്റെ വാഹനം ഓടിച്ചിരുന്നതെന്നും പാലാരിവട്ടം പോലീസ് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ തൊപ്പിയുടെ പേരിൽ പോലീസ് കേസെടുത്തിരുന്നില്ല. ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തൊപ്പി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചതും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.